വിവാഹം കഴിക്കാത്ത, വിവാഹം വേണ്ടാത്ത സുന്ദരികളായ നടിമാർ. എന്തേ നമ്മുടെ നടിമാരിങ്ങനെയൊക്കെ ജീവിക്കുന്നു? അർത്ഥപൂർണമല്ലാത്ത ജീവിതമായി പോകുമെന്ന് ഭയന്നിട്ടാണോ? അല്ലെങ്കിൽ വെള്ളി വെളിച്ചത്തിന്റെ നക്ഷത്രശോഭ കെടുമെന്നുള്ള ഭീതിയോ? അതോ അഭിനയിച്ച സിനിമകളിലെല്ലാം വ്യത്യസ്തരായ നടന്മാരെ വിവാഹം കഴിച്ചതുകൊണ്ട് ഭാഗ്യം നഷ്ടപ്പെട്ടുപോയോ? 3.5 പതിറ്റാണ്ടായി സിനിമയോടൊപ്പം സഞ്ചരിക്കുന്ന നാഗവല്ലിക്ക് ദേശീയ അവാർഡ് വാങ്ങിയ ശോഭന വിവാഹത്തെക്കുറിച്ചൊന്നും പറയാതെ, ആർക്കും പിടികൊടുക്കാതെ ഡാൻസ് കളിച്ച് നടക്കുന്നു. നയൻതാര നിരവധി പേരെ പരീക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത്. എന്തോ നയൻസിന്റെ വിവാഹവും നടക്കാതെ കാലം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവതാരികയായി വെള്ളിത്തിരയിലെത്തിയ രഞ്ജിനി ഹരിദാസും വിവാഹിതയാകാതെ നടക്കുമ്പോൾ, ലക്ഷ്മി ഗോപാലസ്വാമിയും ഒരു താലിച്ചരടുമായി വരുന്നതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഭാവനയറിയാതെ താരത്തിന്റെ പ്രായം കൂടിക്കൂടി വരികയാണ്. എന്തേ ഭാവനയുടെ വിവാഹക്കാര്യം വീട്ടുകാരും മറന്നുപോയോ ആവോ? ഭാവനയെപ്പോലെ തന്നെ ഭാമയും വിവാഹിതയാകാതെ അഭിനയരംഗത്ത് തുടരുമ്പോൾ, റോമയും ഇവർക്ക് കൂട്ടായി കല്യാണം കഴിക്കാതെ നടക്കുന്നുണ്ട്. രമ്യ നമ്പീശനും അഭിനയരംഗം വിട്ട് കുടുംബബന്ധത്തിലേക്ക് നോക്കാതെ നടക്കുമ്പോൾ, സംഗീതാ മോഹനും സിനിമയും സീരിയലുമായി മുന്നേറുകയാണ്. ലക്ഷ്മി ശർമ്മയ്ക്കും വിവാഹമെത്തിയിട്ടില്ല. മൈഥിലിയും ആരെയാണ് കാത്തിരിക്കുന്നതെന്നറിയില്ല. വിമലാരാമന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. ഷംന കാസിമിനും നിക്കാഹ് സമയമായെങ്കിലും പുതുമണവാളൻ എത്തിയിട്ടില്ല. കോമഡി കാട്ടി സിനിമയിലും സ്റ്റേജിലും വിലസുന്ന സുബി സുരേഷും തലകുനിച്ചിട്ടില്ല ആരുടെയും മുന്നിൽ. നിത്യാമേനോനും ഗോസിപ്പ് കോളങ്ങളിൽ വിവാഹ പരസ്യം നൽകുന്നുണ്ടെങ്കിലും എന്തോ ഒന്നും ശരിയായിട്ടില്ല. പിന്നെ അഭിരാമി സുരേഷും പാർവതി മേനോനും നന്ദിനിയും മായാ വിശ്വനാഥും ശ്രുതി മേനോനും വിവാഹത്തിന്റെ വഴിയെ ഇതുവരെ എത്തിയിട്ടില്ല. ഇവരുടെ തീരുമാനങ്ങൾ എന്താണെങ്കിലും അത് ശരിയാകട്ടെ എന്ന് ആശംസിച്ച് ഫിലിം കോട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.